Hello friends, welcome to NL Vlogs. അപ്പോൾ ഇന്ന് നമ്മുടെ ചിക്കി കുട്ടിയുടെ 3rd ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു സ്പെഷ്യൽ വ്ളോഗ് എപ്പിസോഡാണ് ഇന്ന്. എന്താ പറയുക, ലൈഫിലെ ഏറ്റവും ഞാൻ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ഡേ ആണ് ഇന്നൊരു ഗംഭീര പാർട്ടിയൊന്നുമില്ല, പക്ഷേ ഇവർക്ക് മാത്രമായിട്ട് നമ്മളൊരു പ്രൈവറ്റായിട്ടൊരു പാർട്ടി സെറ്റപ്പ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഏകദേശം ഒരു 11 o'clock ആവാറായി. നമ്മൾ ലഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പഴയത്തിലെ സദ്യ മിസ് ഔട്ട് ചെയ്യാറില്ല. അപ്പോൾ ഇന്ന് അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരിക. ലെറ്റ്സ് എൻജോയ് ടുഗദർ. ഓക്കെ. അങ്ങനെ നമ്മളെത്തി. നമ്മളെന്താ കഴിക്കാൻ പോകണേ? സദ്യ കഴിക്കാൻ പോകണം. ഓക്കെ, ലെറ്റ്സ് ഗോ. ടൈം നേരത്തെ ആയിപ്പോൾ ഫ്രണ്ട്സ്. നമ്മുടെ മീറ്റിങ്ങിലാണ്. കഴിക്കാൻ നിന്നിട്ട് കാണാം. അപ്പം നമ്മൾക്ക് കൂപ്പണൊക്കെ കിട്ടി. ഞങ്ങൾ അങ്ങനെ കഴിക്കാൻ പോവാണേ. നമ്മൾ എന്താ കഴിക്കാൻ പോണേ ചിക്കി? നമ്മൾ സദ്യ കഴിക്കാൻ പോവാണ്. പായസം കുടിക്കാൻ പോവാണ്. നമ്മളിങ്ങനെ സദ്യ കഴിക്കാൻ വേണ്ടി കട്ട വെയിറ്റിങ്ങിൽ ഇരിക്കുകയാണ്. ചിക്കി 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 സദ്യ കഴിക്കാന്ന് പറയാം. ചോറിനാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റിങ്ങിൽ ഇരിക്കുകയാണ്. ഇല വന്നു ഫ്രണ്ട്സ്. ഞങ്ങളുടെ ഇല സെപ്പറേറ്റ് ഇല ഒന്നും പറഞ്ഞില്ല കേട്ടോ. കാരണം സെപ്പറേറ്റ് ഇല പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫുൾ കഴിക്കില്ല. Sure, now you can eat. ചോറ് വേണ്ടേ? രക്ഷയില്ല ഫ്രണ്ട്സ്. നല്ല ചൂട് ചോറ്. എന്നെ വേണോ? ചിപ്സ് അല്ല, ഇപ്പം ചോറ് കഴിക്കണം. ഏത് വേണോ? അവിടെ വെച്ചോ.
അതിന് വരെ ചോറ് കഴിക്കണേ. ഗുഡ് ഗുഡ്, സൂപ്പർ സൂപ്പർ. ഇനി ഞാനൊന്ന് കഴിക്കട്ടെ കേട്ടോ ഫ്രണ്ട്സ്. ഇതിൽ പരിപ്പ് ഉണ്ട്, ഇതിൽ പരിപ്പ് വെച്ചിട്ടുണ്ട്, നെയ്യുണ്ട്. അത് രണ്ടും കൂടി കൂട്ടിയിട്ട് കഴിച്ചു നോക്കാം. ഓ സൂപ്പർ. തോരനിട്ടാണ് എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട കറി തന്നെ പറയും. ഒരു മധുരക്കറി ഉണ്ട്, ഇതിൽ ഈ മധുരക്കറി. ഓ സത്യം പറയാലോ, പായസം വരെ മാറി നിൽക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ് ആ കറിക്ക്. എനിക്ക് എല്ലാ കറികളും ഇഷ്ടമാണ്. അപ്പം എന്തായാലും ബർത്ത്ഡേക്കാരിയുടെ കൂടെ ഇരുന്ന് കഴിച്ചിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഈവനിങ് ഒക്കെ ആയേ, ഏകദേശം ഒരു 7 PM ഒക്കെ കഴിഞ്ഞു. കാരണം കുറച്ച് ഡെക്കോറൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇത്രയും ടൈം എടുത്തു. അപ്പോൾ ഇനി നമ്മൾ കേക്ക് കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ആ ഡെക്കോർ ഞാൻ ചെറുതായിട്ടൊന്ന് കാണിക്കാം നിങ്ങളെ. വലിയതായിട്ടൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്, പക്ഷേ ഞങ്ങളുടേതായിട്ടുള്ള മാത്രം ഒരു പ്രൈവറ്റ് സെലിബ്രേഷൻ. ഓക്കെ, ലെറ്റ്സ് ഗോ. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. സമയം എന്തായാലും രാവിലെ ആയിട്ടോ. ഇന്നലെ എനിക്ക് വ്ളോഗ് എൻഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം സെലിബ്രേഷൻ മൂഡായതുകൊണ്ടും അവളെ മാനേജ് ചെയ്യാനുള്ളത് കൊണ്ടും പിന്നീട് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. ഇന്നിപ്പോൾ രാവിലെയായി, ഒരു മഴ മൂഡാണ് ഇന്ന് രാവിലെ. ഇന്നലത്തെ എന്താ പറയുക, സെലിബ്രേഷൻ ഞങ്ങളും ആസ് എ പേരൻസ് എന്ന നിലയിൽ ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. അതുപോലെ കണ്ട നിങ്ങളും എൻജോയ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളും ഹാപ്പി ആയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഒത്തിരി ഹാപ്പിയാണ്, അവൾ അതിലേറെ ഹാപ്പിയാണ്.
എന്താ പറയുക, ഇങ്ങനെയുള്ള കുട്ടി കുട്ടി സർപ്രൈസുകളൊക്കെ കൊടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ പേരൻസിനെ പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ മുഖത്തുണ്ടാകുന്ന ആ സന്തോഷം അല്ലേ, അത് നമുക്ക് എന്തിൻ്റെയും മേളിൽ വെക്കാൻ പറ്റുന്ന ഒരു സന്തോഷമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സർപ്രൈസുകളൊക്കെ നിങ്ങളും നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുക. കാരണം ഒരു കുട്ടി സർപ്രൈസ് ആണെങ്കിലും വലിയതായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും, പലർക്കും നമുക്ക് പറ്റിയെന്നിരിക്കില്ല, പക്ഷേ വലുതായിട്ട് പറ്റിയില്ലെങ്കിലും കൊടുക്കുന്ന ആ കുട്ടി കുട്ടി സർപ്രൈസുകളിലാണ് അവരത് അവരുടെ ലൈഫിലെ ഏറ്റവും വലിയ കോർ മെമ്മറി ആയിട്ട് അവരത് പിടിച്ചു വെക്കും. അപ്പോൾ അതിനൊക്കെ പലർക്കും സാധിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും എൻ്റെ ചാനൽ കാണുന്നത്. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. കാരണം എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു എൻ്റെ മകളുടെ ബർത്ത്ഡേ വ്ളോഗ് വെച്ച് തന്നെ എനിക്ക് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. ഇനി നമ്മൾ അങ്ങോട്ട് പല വ്ളോഗുകളും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പല ടൈപ്പ് ട്രാവൽ വരും, ഫുഡ് വരും, ഫാഷൻ വരും, അതുപോലെ ഇങ്ങനെയുള്ള കുട്ടി ഇതിനിടയിലുള്ള വ്ളോഗുകൾ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗ് എന്ന് പറയുന്ന ഒരു ഗിഫ്റ്റ് അൺബോക്സിങ് വ്ളോഗാണ്. അവർക്ക് ഞങ്ങളൊരു എന്താ പറയുക, കുറച്ച് കുട്ടി ഗിഫ്റ്റുകളൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. എല്ലാവരും ഇപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഇറ്റ്സ് മീ നീനു. ബൈ.